പൈത്തൺ പഠിക്കുന്നവർക്ക് കയ്യിൽ ഒരു ലാപ്ടോപ്പ് കിട്ടാൻ പാടുണ്ട് അല്ലെങ്കിൽ സമയക്കുറവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പൈത്തണിൻ്റെ ഒരു എമുലേറ്റർ ആപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് കമാൻഡ്സ് ടൈപ്പ് ചെയ്ത് പഠിക്കാവുന്നതാണ്. നിങ്ങളൊരു സീരിയസ് പൈത്തൺ ഡെവലപ്പർ ആണെങ്കിൽ ഒരിക്കലും ഞാൻ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് എൻ്റെ കയ്യിൽ ഒരു ആൻഡ്രോയിഡ് ഫോണാണുള്ളത്. ആപ്പ് സ്റ്റോറിൽ പോയിട്ട് പൈത്തൺ ടെർമിനൽസ് എന്ന് അടിച്ചു കൊടുത്താൽ വളരെയധികം ആപ്സ് നിങ്ങൾക്ക് കിട്ടും. പൈത്തൺ നിങ്ങൾക്ക് ഇതിൽ ഏത് ആപ്പ് വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ QPython എന്ന് പറയുന്ന ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്യുക. ഇതാണ് എൻ്റെ ഇൻ്റർഫേസ്. ആദ്യമായിട്ട് എടുക്കുമ്പോൾ നിങ്ങളടുത്ത് ഫയൽ സിസ്റ്റം ആക്സസ് വേണോ എന്ന് ചോദിക്കും. അലോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതി സേവ് ചെയ്യാൻ കഴിയില്ല. അടുത്ത വെർഷൻ നമ്പർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതും സെലക്ട് ചെയ്യാം. ഞാൻ പൈത്തൺ 3 സെലക്ട് ചെയ്യുന്നു, വിച്ച് ഈസ് ദ ലേറ്റസ്റ്റ്. ഇതാണ് അതിൻ്റെ ഡാഷ്ബോർഡ്. ആദ്യമായി നമ്മൾക്ക് ടെർമിനൽ ട്രൈ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പൈത്തൺ കമാൻഡ്സ് ടൈപ്പ് ചെയ്ത് നോക്കാം. ഐ വിൽ ടൈപ്പ് പ്രിന്റ് ഹലോ വേൾഡ്. എൻ്റർ ചെയ്യുമ്പോൾ ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഇനി 2 നമ്പർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 45 + 7. ഓക്കെ, നമുക്കിനി അടുത്തതൊരു പ്രോഗ്രാം എഴുതുന്ന എങ്ങനെയെന്ന് നോക്കാം. നിങ്ങൾ എഡിറ്റർ എന്ന ഐക്കൺ കണ്ടിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ എഡിറ്റർ. ഞാനൊരു കമാൻഡ് ടൈപ്പ് ചെയ്യുന്നു. ഞാൻ മറ്റൊരു കമാൻഡ് കൂടെ ടൈപ്പ് ചെയ്യുന്നു. പ്രിന്റ് 2 നമ്പേഴ്സ്. ഓക്കെ, sum of 2 numbers. ഇനി നമ്മൾക്ക് ഇതിനെ സേവ് ചെയ്യാം. ഒരു ഡെസ്കിൻ്റെ ബട്ടൺ ഇടത് ഭാഗത്ത് നിന്ന് 4-മതായി നിങ്ങൾക്ക് കാണാം. ഒരു 5-മത് പ്ലേ ബട്ടൺ ആണ്, അഥവാ റൺ എക്സിക്യൂട്ട് ബട്ടൺ. അതിൽ 4-മത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഞാൻ ഒരു test.py എന്ന് പേര് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഇനി ആ പ്ലേ ബട്ടൺ അമർത്തിയാൽ ഇത് റൺ ചെയ്ത് കാണിച്ചു തരും. കണ്ടല്ലോ, ഹലോ വേൾഡ് 68 എന്ന് ആൻസറും പ്രിന്റ് ചെയ്തിട്ടുണ്ട്.